ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യമാണ്. നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിനൊരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ നടന്ന ഒരു കാര്യമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വിവരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ടതൊക്കെ കൃത്യമായി ദൈവം സംസാരിച്ചിരിക്കും. സ്തോത്രം. നമുക്ക് ആ വാക്യത്തിനകത്തുനിന്ന് 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സക്കായി. 2, യേശുവിനെ കാണാൻ ഏതു കാട്ടത്തിയുടെ മുകളിൽ കയറാനും മടിയില്ലാത്ത ഒരു സക്കായി. 3, യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്ന സക്കായി. 4, സ്തോത്രം, സന്തോഷം കൊണ്ട് ഉള്ളം നിറയപ്പെട്ട സക്കായി. ഇത്രയും എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ചില ഭാഗങ്ങൾ വിവരിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്. അത് അല്പം നമ്മളൊന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും കൂടെ ചെയ്യാൻ പോകുകയാണ്. ആഗ്രഹത്തോടും പ്രതീക്ഷയോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 1-ാമത്തെ ഭാഗത്ത് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സക്കായി. സ്തോത്രം. ചുമ്മാ ഒരു ആഗ്രഹം ഉണ്ടായതല്ല, ആഗ്രഹിക്കത്തക്കവണ്ണം എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലം പഠിക്കുമ്പം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അത്ഭുതങ്ങളുടെ ശുശ്രൂഷയാണ്. നമ്മൾ പഠിക്കുമ്പം സ്തോത്രം, കണ്ണില്ലാത്തവന് ദൈവം കണ്ണ് കൊടുക്കുന്നു, കാലിൻ്റെ ശേഷി നഷ്ടപ്പെട്ടവന് ദൈവം കാലിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സ്തോത്രം. ആരോഗ്യം നഷ്ടപ്പെട്ടവൻ ആരോഗ്യം തിരിച്ചു കൊടുക്കുന്നു. എന്തിന്? മരണം കാർന്നു തിന്നവരെ വരെ കർത്താവ് വിടുവിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള ശ്രുതി നാടെങ്ങും പരന്നു. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിക്കാൻ കാരണം. അപ്പം അതിൻ്റെ പുറകിലത്തെ അധ്യായം നമ്മൾ പഠിച്ചാലേ ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തും. അപ്പോൾ പുറകിലത്തെ കാരണം വാക്യമൊന്നും വായിക്കാനുള്ള സമയം എടുക്കുന്നില്ല. നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഒരു കുരുടനായ മനുഷ്യൻ്റെ നിലവിളി. അവൻ്റെ പേരെഴുതിയിട്ടുണ്ട്, തിമായിയുടെ മകനായ ബർത്തിമായി. ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിക്കുവാണേ, എന്താ ഒരു ഭിക്ഷക്കാരൻ്റെ കാര്യം ബൈബിളിൽ എഴുതിയേ? നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഭിക്ഷക്കാരൻ്റെ പേര് പറയാമോ? ഇപ്പം നിങ്ങൾ എന്നെ നോക്കിയേ. ഒരു കതറിട്ട ഒരാൾ നമ്മുടെ അടുക്ക വന്നാൽ നമ്മൾ ചോദിക്കുക, ഒന്നത് ചോദ്യമാണ്, സാറേ എവിടാ വീട്? അവൻ പറയും, എൻ്റെ വീട് നിരണത്താ. അടുത്ത ചോദ്യം, സാറേ വീട്ടുപേരെന്തുവാ? ഒരു ഭിക്ഷക്കാരനെ കാണുമ്പോൾ ആരെങ്കിലും 10 രൂപ കൊടുക്കാൻ നേരത്ത് ചേട്ടാ പേരെന്തോ ചോദിക്കാറുണ്ടോ? പറ. പിന്നെന്തിനാ ഈ ഭിക്ഷക്കാരൻ്റെ ചരിത്രം ഈ ബൈബിളിൽ എഴുതിയേ?